2024 LDC പരീക്ഷ എഴുതുന്നവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് കഴിഞ്ഞ തവണ എഴുതിയവരെ അപേക്ഷിച്ച്. ഇവിടെ ഒരൊറ്റ പരീക്ഷയുള്ളൂ. കഴിഞ്ഞ തവണ പ്രിലിമിനറി മെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രിലിമിനറി പരീക്ഷ പാസ്സായവർക്ക് മാത്രമല്ലേ മെയിൻ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വരാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു, കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 2024 തന്നെ പരീക്ഷ നടക്കും. ഈ ഒരു സിംഗിൾ പരീക്ഷ, ഒരൊറ്റ പരീക്ഷ നന്നായിട്ടൊന്ന് പഠിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടാൻ പറ്റും. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് മാത്രം കോമ്പീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചാൽ മതി. സ്വന്തം ജില്ലയിൽ തന്നെ മിക്കവാറും ജോലി ലഭിക്കും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പരീക്ഷയാണ് വീണ്ടും 2024 നടക്കാൻ പോകുന്ന ഈ ഒരു LDC എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്യും. അതിൽ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ചുമ്മാ ഒന്ന് എഴുതി നോക്കാം എന്ന രീതിയിൽ ഒന്ന് കറക്കി കുത്താൻ വേണ്ടി വരുന്നവരാണ്. അത് യാഥാർത്ഥ്യമാണ്. വേറെ ചെറിയൊരു വിഭാഗം പേര് കുറച്ച് പഠിച്ചു, അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചു, ക്രാഷ് കോഴ്സൊക്കെ പഠിച്ചു, ആ രീതിയിൽ ഒന്ന് കിട്ടിയാലോ എന്ന രീതിയിൽ കുറച്ച് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർ. ബാക്കിയുള്ള വിഭാഗം ഒരു ചെറിയ വിഭാഗമാണ് നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷയെ സമീപിക്കുന്നവർ. ഈ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നവരിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോലി കിട്ടാതെ പോകുന്നവരുമുണ്ട്, എന്നാൽ ഉയർന്ന റാങ്ക് മേടിച്ച് ജോലി കിട്ടുന്നവരുമുണ്ട്. നിങ്ങൾ ഇതിലേക്ക് പഠിച്ച് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽ എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് മേടിച്ച്, ഉയർന്ന മാർക്കും റാങ്കും മേടിച്ച് ജോലി കിട്ടുന്ന ആ ഒരു സെക്ഷനിലേക്ക് എത്തണം. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യമുള്ളൂ. ഒരു ജോലിയും ഏറ്റവും മികച്ചതെന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റത്തില്ല. സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങാം. അല്ലാത്ത ജോലികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ മെനക്കെട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നേടിയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കാൻ ഏറ്റവും പ്രധാനമായും ആദ്യത്തെ ഉയർന്ന റാങ്ക് മേടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ്. PSC ഒരു എക്സാക്ട് സിലബസ് ഇപ്പോൾ പരീക്ഷകൾക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് LDC പരീക്ഷ കറക്റ്റായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വരത്തുള്ളൂ. മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷ പോലെയും അതുപോലെ മറ്റ് ഹയർ ലെവൽ പരീക്ഷയൊക്കെ പോലെ ഒരുപാട് പാടുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. സിലബസിൽ നിന്നുകൊണ്ട് PSC പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് നമ്മൾ തീർക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും മാത്സ് ദ ഫോളോയിങ് ചോദ്യങ്ങൾ വന്നാലും എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും ഇതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങൾ മറ്റ് മത്സര പരീക്ഷകളുമായിട്ട് PSC കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. PSC പരീക്ഷ മാത്രം മിക്ക പിള്ളേരും ഈ 1.25 മണിക്കൂറിന് മുമ്പ് തന്നെ എഴുതി തീർക്കും. കാരണം ഉത്തരം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് PSC എന്ന് പറയുന്നത്. പക്ഷേ ബാങ്ക് പരീക്ഷയാണെങ്കിലും മറ്റേത് പരീക്ഷയാണെങ്കിലും സമയം തികഞ്ഞില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിരവധിയുണ്ട്. PSCയിലുണ്ട് ഡിഗ്രി ലെവലിലൊക്കെ, അത് വേറൊരു വിഭാഗം. പക്ഷേ LDCയിൽ ഒരിക്കലും നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് സമയം തികഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരത്തില്ല. നമുക്ക് 100 ചോദ്യവും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ 100 ചോദ്യത്തിൽ മാക്സിമം ചോദ്യങ്ങൾ ശരിയാക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇതിൽ മാത്സ് പാടുള്ളവർ കാണും, ചിലപ്പോൾ വേറെ സബ്ജക്റ്റ് പാടുള്ളവർ കാണും. അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി നമുക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റിൽ പോലും നമുക്കൊരു ആവറേജ് മാർക്ക് മേടിച്ച് ബാക്കിയുള്ള എന്താ പറയുക നമുക്ക് സ്ട്രോങ് ആയിട്ട് അറിയാവുന്ന സബ്ജക്റ്റിൽ ഭൂരിഭാഗം മാർക്ക് മേടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിച്ച് ഏറ്റവും ഉയർന്ന മാർക്ക് മേടിച്ചാൽ, അതിലൂടെ ഉയർന്ന റാങ്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെ LDCയുടെ ഒക്കെ കട്ട് ഓഫ്, ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 50-60 റേഞ്ചിലൊക്കെ കട്ട് ഓഫ് മാർക്കാണ് മിക്ക ജില്ലകളിലും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 80-ന് മുകളിൽ മാർക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഞാനൊരു 90 മാർക്കെങ്കിലും മേടിച്ചിരിക്കുമ്പോൾ കണക്ക് എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല, കണക്കിലെ 10 മാർക്ക് പോയാലും ബാക്കി എല്ലാ വിഷയത്തിൽ നിന്നും മുഴുവൻ മാർക്ക് മേടിച്ച് 90 മാർക്ക് മേടിക്കും. ആ ഒരു ഫയറോട് കൂടി വേണം നിങ്ങൾ പഠിക്കാൻ. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും ചോദ്യങ്ങൾ പാടായി വന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും കുറച്ചൊന്ന് കുറഞ്ഞ് പോയാലും നമുക്ക് ജോലി കിട്ടുന്ന ആ ഒരു മാർക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ 1ാം റാങ്കിന് വേണ്ടി തന്നെ പഠിച്ചു, അല്ലെങ്കിൽ ആദ്യത്തെ 10 വരണം എന്ന് വെച്ച് തന്നെ പഠിച്ചു. എങ്ങാനും ഇച്ചിരി പാടായാലും ഇച്ചിരി അന്നത്തെ ദിവസം ഇച്ചിരി ഇതായാലും 100 വന്നാലും നമുക്ക് ജോലി കിട്ടും. ഇവിടെ പ്രത്യേകം 1ാം റാങ്ക് മേടിക്കുന്നവന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഉയർന്ന ജോലിയൊന്നും കിട്ടുന്നൊന്നുമില്ല. റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടുന്ന ആ ഒരു ലെവലിൽ റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ പൂഴം വരുന്നതനുസരിച്ചുള്ള എന്താ പറയുക ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ അത് നമുക്ക് കിട്ടിക്കോളും. ചിലപ്പം 10ാം റാങ്കുകാരനായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത് 1ാം റാങ്കുകാരനെ അപേക്ഷിച്ച്. അതൊക്കെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നല്ല ജോലി കിട്ടുന്ന ഒരു റാങ്ക് മേടിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ആദ്യത്തെ 100-ൽ വന്നാൽ 100% ഉറപ്പാണ് ഏത് ജില്ലയാണെങ്കിലും ജോലി കിട്ടും. 100 അതിന് മുകളിലുള്ളതാണെങ്കിലും ഏത് ജില്ലയാണെങ്കിലും ജോലി കിട്ടും. 500 താഴെയൊക്കെയുള്ള എന്താ പറയുക ആണെങ്കിലും ഇപ്പം തിരുവനന്തപുരം പോലുള്ള ജില്ലയാണെങ്കിലും കോട്ടയം പോലുള്ള ജില്ലയാണെങ്കിലും 500 താഴെയാണെങ്കിലും ഒക്കെ ജോലി കിട്ടും. പക്ഷേ ചില ജില്ലകളിൽ അത്രയും 500 നിയമനമൊന്നും വയനാട് ഇടുക്കി പോലുള്ള ജില്ലകളിൽ എപ്പോഴും നടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഉയർന്ന റാങ്ക് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം. ആ ജില്ലയിലേക്ക് എഴുതുന്നവരാണെങ്കിൽ അവിടെ കോമ്പറ്റീഷനും കുറവ് വരും, അത് വേറൊരു കാര്യം. എന്നാലും എപ്പോഴും നമുക്ക് സേഫ് സോണിൽ നിൽക്കാൻ, റിസർവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്കൊരു 100-ൽ തന്നെ റാങ്ക് വേണം എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുക. അതിന് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളത്. ഇനി എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എനിക്കിതുവരെ PSCയെ പറ്റി ഒന്നും അറിയത്തില്ല, ഇനി പഠിച്ചാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ സംശയമുള്ള നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ PSCയെ പറ്റി ഒന്നും അറിയത്തില്ല, ഒരു PSC പരീക്ഷ പോലും നിങ്ങൾ പഠിച്ച് എഴുതിയിട്ടില്ല, അങ്ങനെ ആദ്യമായിട്ട് ഇതിനുവേണ്ടി ഒന്ന് മെനക്കെട്ട് നോക്കാം, സാഹചര്യം കൊണ്ടൊന്ന് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യണമെന്നുള്ള സിറ്റുവേഷൻ നിൽക്കുന്നവരാണെങ്കിൽ ഇനിയും
ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനിയുള്ള സമയം കൊണ്ട് നന്നായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ 10 തന്നെ വരുന്ന രീതിയിലേക്ക് റാങ്ക് മേടിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചുമ്മാ ഒന്നും എന്താ പറയുക ക്യാപ്സ്യൂൾ പോലെ ചിരിച്ചിരി പഠിച്ച് ശകലം മെനക്കെട്ടാനൊന്നും പറ്റത്തില്ല. നല്ല പോലെ മെനക്കെട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഭാഗ്യം കൊണ്ട് കിട്ടുന്നത് എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ചുമ്മാ നമുക്ക് ഭംഗിവാക്ക് പറയാമെന്നുള്ളത്. മെനക്കെട്ട കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിന് മുകളിലായി. നമുക്കറിയാം ഇതിനകത്ത് ഇപ്പം പല ഉദ്യോഗാർത്ഥികളും കുറച്ചൊക്കെ പഠിച്ചിട്ട് അയ്യോ ഞാൻ കുറേ കഷ്ടപ്പെട്ടതാണ് എനിക്ക് പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഇവരുടെ ഒരു പഠന രീതി വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പലരുമാണ്. ഇവർ പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തിപരമായിട്ട് നമുക്ക് ഇവരുടെ പല രീതികളിലും ഇവരുടെ സംശയങ്ങളിലും നമുക്ക് മനസ്സിലാവും. എന്നിട്ട് കുറച്ചൊക്കെ പഠിച്ചു, എന്നാൽ യഥാർത്ഥ രീതി പഠിച്ചിട്ടില്ല. നമ്മൾ പഠിക്കാൻ പറഞ്ഞ രീതി ഇവർ പഠിച്ചിട്ടില്ല. അങ്ങനെ യഥാർത്ഥ രീതി പഠിച്ച് കണ്ടന്റ് തീർക്കാത്തത് കൊണ്ട് തന്നെയാണ് പലർക്കും ജോലി കിട്ടാതെ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. അമ്മാതിരി കഷ്ടപ്പാട് നമ്മൾ കഷ്ടപ്പെടണം ഇതിനകത്ത്. കാരണം ഈ ഒരു 6 മാസമേ ഉള്ളൂ ഇവിടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 6 മാസം നന്നായിട്ടൊന്ന് മെനക്കെട്ടാൽ ജോലിയാണ് ഇവിടെ. അവിടെ ഒരു കോംപ്രമൈസും സംഭവമില്ല. ഈ പഠിക്കാനുള്ള ഇത് മുഴുവൻ പഠിച്ചു തീർക്കുക. പിന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ റിവിഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങളിപ്പം ഭരണഘടന എന്നൊരു ടോപ്പിക്ക് പഠിച്ചു തീർത്തു, അതിലെ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്ക് പഠിച്ചു തീർത്തെങ്കിൽ അപ്പോൾ അതിനകത്തെ ചോദ്യങ്ങൾ ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് വേണമൊക്കെ വരുമെന്നല്ലേ പറയുന്നത്. അതുപോലെ മാസ്റ്റർ ഫോളോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ പോലെ അല്ലാതെ ഇപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു. ആർട്ടിക്കിൾ 16 ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നു, ഇന്ന കാര്യത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 17 ഇന്ന കാര്യത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായ 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, 1ഉം 4 ശരിയാണ്. അങ്ങനെ ഒരു 4 ഓപ്ഷൻ വന്നാൽ ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബുള്ളറ്റ് പോയിന്റ് പോലെ ക്യാപ്സ്യൂൾ പോലെ പക്കായിട്ട് പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഏതൊക്കെയാണ് ശരിയാണെന്ന് നോക്കി ഓപ്ഷൻ ഏതാണെന്ന് നോക്കി ഒരു 10-20 സെക്കൻഡിനിപ്പുറം ആ ചോദ്യം കറപ്പിക്കാൻ പറ്റും. OMRലാണ് പരീക്ഷ. നമ്മളൊന്ന് കറപ്പിച്ചാൽ പിന്നെ അത് മാറ്റമില്ല, അവിടെ തന്നെ അതിരിക്കും. ഓൺലൈൻ പരീക്ഷ പോലെ പിന്നെ മാറ്റാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കറപ്പിക്കുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് കറപ്പിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് പരീക്ഷയുടെ ഘടന എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ളതാണെങ്കിലും മാസ്റ്റർ ഫോളോയിങ് ആണെങ്കിലും ഡിഗ്രി ലെവലിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. നിങ്ങൾ അങ്ങനെ തയ്യാറെടുക്കണം ഇങ്ങനെ തയ്യാറെടുക്കണം എന്നൊരു ഇതിൻ്റെ ന്യൂസ് ചാനലിൽ കാണിക്കുന്ന ഒരു പേടിപ്പിക്കലില്ലേ, അത് എല്ലാ PSC കോച്ചിങ് സെൻറ്ററിലും മേഖലയിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞിട്ട് നൈസായിട്ട് സാധനം അങ്ങ് പഠിച്ച് തീർത്താൽ മതി. നിങ്ങൾ അത്ര ചെയ്യാനുള്ളൂ. പഠിച്ച് തീർക്കുന്ന സാധനം നന്നായിട്ട് പഠിച്ച് തീർക്കുക, റിവിഷൻ പക്കായിട്ട് ചെയ്യുക. ഇത്രയും നന്നായിട്ട് ചെയ്താൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഞാൻ പഠിച്ച് തീർക്കുക എന്ന് എളുപ്പത്തിൽ പറഞ്ഞു, അത് പക്ഷേ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല. നേരത്തെ പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 100 മാർക്കിൻ്റെ ഒരു സിലബസാണ്. ഒരുപാട് സെക്ഷനുകളുണ്ട്. ശ്രമിച്ചാൽ മുഴുവൻ സിലബസ് നമുക്ക് പക്കായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് LDCയുടെ കറക്റ്റ് എല്ലാ കണ്ടന്റും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിലാണ് ആ ഒരു കോഴ്സ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഡിസംബർ മാസത്തിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വേറൊരു ആപ്ലിക്കേഷനാണ്. അത് യൂസ് ചെയ്യുന്നവർ എന്താ പറയുക, എൻ്റെ ഈ നമ്പറിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന ഈ ഒരു നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് കോഴ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഞാനതിൽ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവർ ഇത് കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. എല്ലാ കണ്ടന്റും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ കോഴ്സ് മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും നിങ്ങൾ തന്നെത്താൻ പഠിക്കണം. ഇതിൽ കോഴ്സ് മേടിക്കാനുള്ള സാഹചര്യമില്ല, ബുദ്ധിമുട്ടാണ് എങ്ങനെയുണ്ടെങ്കിൽ തന്നെത്താൻ നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് എന്തായാലും ഒരു നെറ്റ് ഓഫർ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ആ നെറ്റ് ഓഫർ വെച്ച് ഓൺലൈനിൽ നിന്ന് വേറെ ഒന്നും മേടിച്ചില്ല, ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് സബ്ജക്റ്റ് സെർച്ച് ചെയ്ത് ഓരോ ടോപ്പിക്കും എടുത്ത് പറ്റുന്ന പോലെയൊക്കെ പഠിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ലോകത്ത് വിക്കിപീഡിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ഓൺലൈൻ സൈറ്റുകളുണ്ട്. എല്ലാ കണ്ടന്റും ലോകത്തുള്ള എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് എന്ന് നമുക്കറിയാം. പിന്നെ തന്നെത്താൻ തപ്പിയെടുക്കുമ്പോൾ നല്ലപോലെ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സെർച്ച് ചെയ്ത് ഏതാ പഠിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയുള്ളവർ പൈസ ഇല്ലാത്തവർ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിലും പഠിക്കണം. അല്ലാത്തവർ പറ്റുന്ന പോലെ കോഴ്സൊക്കെ മേടിച്ച് പഠിക്കണം. പിന്നെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഐഡിയ വരും. ആരുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും, അത് എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകനാണെങ്കിലും ആരുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും. തുടക്കക്കാരും അതുപോലെ വലിയ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു കോഴ്സ് മേടിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കോഴ്സ് മേടിക്കുകയാണെങ്കിൽ എല്ലാ കണ്ടന്റും അതിനകത്ത് പക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Day 1, Day 2, Day 3, Day 4 എന്ന രീതിയിൽ ഓരോ ദിവസവും ആവശ്യമായ കണ്ടന്റ് മുഴുവനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. ഒരാഴ്ചയിൽ 4 ദിവസം നമ്മൾ ക്ലാസ്സുകളും അതുപോലെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് ആ ആഴ്ചയിൽ തന്നെ പഠിച്ച് തീർത്ത് ചേരുന്ന അന്ന് തൊട്ട് വീക്ക് 1 ഒരാഴ്ച കൊണ്ട് വീക്ക് 1 കണ്ടന്റ് തീർക്കണം. രണ്ടാമത്തെ ആഴ്ച കൊണ്ട് വീക്ക് 2 കണ്ടന്റ് തീർക്കണം. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആഴ്ചകൾ കുറച്ചും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഈ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യും. അത്യാവശ്യം നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ സിമ്പിളായിട്ട് LDC ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. LDC റാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. തന്നെത്താൻ പഠിക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ പിന്നെ തൊഴിൽ വീതിയിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. തൊഴിൽ വീതി 15 രൂപ കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നെറ്റിലേക്ക് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എവിടെയെങ്കിലൊക്കെ തൊഴിൽ വീതി ആരിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്നെടുത്ത് അത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പം പൈസ ഇല്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല പരീക്ഷ പഠിക്കാനുള്ളത്. പൈസ ഇല്ല, എനിക്ക് അതുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇന്നത്തെ കാലത്ത് 1 രൂപ പോലും മുടക്കാതെ മേടിച്ചവരുണ്ട്. ആവശ്യമുള്ള ഒരു കോഴ്സ് മേടിച്ച് പഠിച്ച് അങ്ങനെ രീതിയിൽ മേടിക്കുന്നവരുണ്ട്.
പഠിക്കുന്നവരുണ്ട്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ ഭയങ്കരമായിട്ട് ഓൺലൈൻ ഇതുമെല്ലാം ഒരു ബിസിനസ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളും കോഴ്സുകളും പലതും കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ മേടിക്കുക, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കോഴ്സ് ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഭൂരിഭാഗം കണ്ടന്റ് ഞാൻ എടുക്കുന്നുണ്ട്, എനിക്ക് പറയാൻ പറ്റും. ഭൂരിഭാഗം കണ്ടന്റ് ഞാൻ നമ്മുടെ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് LDCയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കുറേ ദിവസങ്ങളായിട്ട് നമ്മളോട് ഈ LDC നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് നമ്മളോട് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി പഠിച്ചാലും LDC ക്രാക്ക് ചെയ്യാൻ പറ്റൂ? എനിക്കൊന്നും അറിയത്തില്ല, BSCയെ പറ്റി തുടക്കക്കാരനാണ്, അപ്പം ഇനി പഠിച്ചാൽ നമ്മളെപ്പോലുള്ളവർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട്. ഞാൻ അവർക്കുള്ള ഉത്തരമായിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്ത്. ഇനി പഠിച്ചാലും ഷുവറായിട്ടും ആദ്യത്തെ 10ൽ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റും. വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. എഫേർട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മാക്സിമം. പിന്നെ കോഴ്സിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.